പോലീസ് സ്റ്റേഷനിൽ സിഐക്ക് മുന്നിൽ നിന്ന് ഇവിടെ ആ സംഘർഷത്തിൽ പെട്ടുപോയതാണെന്നും ആക്രമകാരികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആ ഹോട്ടലിൽ മുറിയെടുത്തതെന്നും ത്രിലോക് അയാളോടായി പറഞ്ഞു. ഒരു മാന്യനായ വ്യക്തിയായിരുന്നു സിഐ ദാസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ മാന്യതയോടു കൂടിയാണ് ത്രിലോകിനോട് സംസാരിച്ചത്. SI മുരുകേശൻ ഒരു കറപ്റ്റഡ് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ദാസ് ത്രിലോകിനോടായി പറഞ്ഞു. ഈ സമയം ശ്രുതി വാതിൽ ചാരി നിന്ന് പുറത്തെ കാഴ്ചകൾ നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയം അവളുടെ കണ്ണുകളിൽ ഒരു സാഗരം തന്നെ അലയടിക്കുന്നുണ്ടായിരുന്നു. അല്പം മുന്നേ ആ ഹോട്ടലിൽ വെച്ച് നടന്ന സംഭവങ്ങൾ ശ്രുതി ഓർത്തെടുത്തു. ആ തമിഴനെ തല്ലിയ ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ ത്രിലോക് അവന്റെ കൂടെ വന്ന കൂട്ടാളികളിൽ ഒരുവനെ അവിടെയൊന്നും കണ്ടില്ല. പുറത്തു നിന്നും എന്തൊക്കെയോ ശബ്ദം കേട്ടപ്പോൾ ജനൽ വഴി നോക്കിയ ത്രിലോക് കണ്ടു നാട്ടുകാരെ കൂട്ടി വരുന്നവനെ. ആ നാട്ടുകാരുടെ മുഖഭാവത്തിൽ നിന്നും ത്രിലോകിന് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന്. മറ്റൊന്നും ചിന്തിക്കാതെ ത്രിലോക് ശ്രുതിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. ശ്രുതി പേടിച്ചുകൊണ്ട് ത്രിലോകിന്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, സോറി. എന്തിനാണ് അവൻ തന്നോട് സോറി പറയുന്നതെന്ന് അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അവൾ എന്തോ ചോദിക്കാൻ മുതിർന്നതിന് മുന്നേ തന്നെ അവൻ എന്തോ ഒന്ന് ശ്രുതിയുടെ കഴുത്തിൽ കെട്ടുന്നതായി അവൾക്ക് തോന്നി. എന്താണെന്ന് നോക്കുവാൻ താഴേക്ക് നോക്കിയവൾ കണ്ടു സ്വർണ്ണ ലോഹത്തിൽ തിളങ്ങുന്ന മഞ്ഞ ചരടി ചേർത്തിയ താലി. ഭൂമി ഒരു നിമിഷം നിശ്ചലമായി പോയി എന്ന് പോലും ശ്രുതിക്ക് അപ്പോൾ തോന്നി. നിറകണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും ത്രിലോകിന്റെ കയ്യിലുണ്ടായിരുന്ന സിന്ദൂരത്തിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം അവൻ ശ്രുതിയുടെ സീമന്തരേഖയിൽ ചാർത്തി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നേരത്തെ അവൻ എന്തിനാണ് തന്നോട് സോറി പറഞ്ഞതെന്ന് ശ്രുതിക്ക് അപ്പോൾ മനസ്സിലായി. അപ്പോൾ സാർ, എല്ലാം പറഞ്ഞതുപോലെ ഞങ്ങൾ ഇറങ്ങുകയാണ്. താങ്ക് യു സോ മച്ച്. ത്രിലോകിന്റെയും സിഐയുടെയും സംസാരമാണ് ശ്രുതിയെ പഴയ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോഴും സിഐയുടെ ത്രിലോക് ശ്രുതി തന്റെ ഭാര്യയാണെന്ന് തന്നെയാണ് പറഞ്ഞത്. മാറ്റി പറഞ്ഞാൽ പിന്നീട് അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് ത്രിലോകിനറിയാം. സിഐക്ക് ചെറിയൊരു പുഞ്ചിരി നൽകി ശ്രുതിയും ത്രിലോകും കാറിൽ കയറി യാത്രയായി. ഏറെ നേരം യാത്ര ചെയ്തിട്ടും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും സംസാരത്തിന് ത്രിലോക് തന്നെ തുടക്കമിട്ടു. എടോ, താൻ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ്? തനിക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത്? താൻ തങ്ങിയിരുന്ന സ്ഥലം എവിടെയാണെന്ന് തനിക്കറിയുമോ? വല്ലാത്തൊരവസ്ഥയിലായിരുന്ന ശ്രുതി പെട്ടെന്ന് അവൻ ചോദിച്ചതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താടോ താൻ എന്നെ ഇങ്ങനെ നോക്കുന്നത്? പറ, തനിക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത്? ആ അത് പിന്നെ അവൻ അങ്ങനെ ചോദിച്ചതും അവൾ എക്സാക്ട് സ്ഥലം പറഞ്ഞു കൊടുത്തു. സത്യത്തിൽ എനിക്കിവിടെ ഒന്നും വലിയ പരിചയമില്ല, എങ്കിലും നമുക്ക് ചോദിച്ചു പോകാം കേട്ടോ. അതിന് ശ്രുതി ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. വൈകാതെ തന്നെ ശ്രുതി താമസിക്കുന്ന ഹോട്ടലിന്റെ മുന്നിലായി അഗ്നിയുടെ കാർ വന്നു നിന്നു. അവർ പുറത്തേക്കിറങ്ങിയതും ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ നനഞ്ഞുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി ഹോട്ടലിന്റെ ലോബിയിലേക്ക് ഓടിക്കയറി. തന്റെ നനഞ്ഞ മുടി കൈകൊണ്ട് മാടി ഒതുക്കുകയായിരുന്നു ത്രിലോക്. സാർ. യെസ്. അത് പിന്നെ ഒരുപാട് നന്ദിയുണ്ട് സാർ. സാറില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. ആക്ച്വലി ഞാനാണ് തന്നോട് സോറി പറയേണ്ടത്. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ തൻ്റെ കഴുത്തിൽ ഐ ഫോർഗുഡ്. താൻ ഞാൻ കെട്ടിയ ആ താലി അഴിച്ചു മാറ്റിയേക്ക്. പിന്നെ ആ സിന്ദൂരവും. ശ്രുതിയുടെ സീമന്തരേഖയിലേക്ക് നോക്കുമ്പോൾ മഴത്തുള്ളികളെ ആ ഭാഗം നനഞ്ഞതുകൊണ്ട് തന്നെ സിന്ദൂരം ആ മഴയിൽ ഒലിച്ചു പോയിരുന്നു. ആ സിന്ദൂരം അവിടെ ഇല്ല. മഴ നനഞ്ഞുകൊണ്ട് അത് മാഞ്ഞു പോയിട്ടുണ്ട്. ബട്ട് താലി അത് അഴിച്ചു മാറ്റിയേക്ക് കേട്ടല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അഴിച്ചു തരാം, ഇങ്ങ് വാ. പെട്ടെന്ന് ത്രിലോക് അങ്ങനെ പറഞ്ഞതും ശ്രുതി ഒന്ന് ഞെട്ടി. വേണ്ട സർ, ഞാൻ അഴിച്ചുകൊള്ളാം. ഓക്കെ ഫൈൻ, അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. റിസപ്ഷനിലുള്ളവരോട് തങ്ങൾ വന്ന കാര്യം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ശ്രുതിയുടെ അധ്യാപകരോട് പറയുവാൻ ഏൽപ്പിച്ചിരുന്നു ത്രിലോക്. അധികം വൈകാതെ തന്നെ ശ്രുതിയുടെ അധ്യാപകർ വരികയും അവളെ അവരുടെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചുകൊണ്ട് ത്രിലോക് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി പോവുകയും ചെയ്തു. ശ്രുതിയെയും കൊണ്ട് ടീച്ചർ അകത്തേക്ക് കയറുമ്പോൾ അവൾ പിന്തിരിഞ്ഞ് ത്രിലോകിനെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ തന്നെ പിന്തിരിഞ്ഞ് നോക്കുന്നില്ല എന്ന് കണ്ടതും അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് അവരുടെ കൂടെ നടന്നു നീങ്ങി. പക്ഷെ ത്രിലോക് ഇതൊന്നും ശ്രദ്ധിക്കാതെ കാറിൽ കയറി. എന്തോ ഒരു ഉൾപ്രേരണയിൽ ത്രിലോക് തിരിഞ്ഞ് ശ്രുതിയെ നോക്കിയപ്പോൾ അവൾ അധ്യാപകരുടെ കൂടെ നടന്നകലുന്നതാണ് കാണുന്നത്. പിന്നീട് മറ്റൊന്നും ചിന്തിക്കാതെ ത്രിലോക് അവിടെ നിന്ന് യാത്രയായി. കോളേജിലെ ടൂർ കഴിഞ്ഞെത്തിയ ശ്രുതി അറിയുന്നത് അച്ഛൻ ആക്സിഡന്റ് പറ്റിയതാണ്. പിന്നീട് തന്റെ പഠിപ്പ് പാതിയിൽ നിർത്തി ജോലിക്ക് പോയി. എന്തുകൊണ്ടോ മൈസൂരിൽ നടന്ന സംഭവങ്ങളൊന്നും പിന്നീട് ശ്രുതി ആരോടും പറഞ്ഞില്ല. അല്ലെങ്കിൽ അച്ഛന്റെ ആക്സിഡന്റ് അവൾ അതെല്ലാം മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും തനിച്ചിരിക്കുമ്പോൾ പല സമയങ്ങളിലും ആ ഏസൽ കണ്ണുകൾ അവളെ തേടി എത്താറുണ്ട്. എത്ര തവണ അജയേട്ടൻ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും താനൊരു മറുപടി പറയാഞ്ഞത് ഇതുകൊണ്ടല്ലേ? മനസ്സിലിപ്പോൾ ആ ഏസൽ കണ്ണുകൾ മാത്രമല്ലേ ഉള്ളൂ. ആരാണവൻ? നാടെവിടെയാണ്? പേരെന്താണ്? എന്തെങ്കിലും അറിയോ? ഇല്ല. പക്ഷെ ഇനി ഒരാളുടെ മുന്നിൽ താലി സ്വീകരിക്കാൻ തനിക്കിനി സാധിക്കുമോ? മൈസൂരിലെ യാത്രയ്ക്ക് ശേഷം തറവാട്ടിൽ പോകാതെ ത്രിലോക് നേരെ പോയത് അമേരിക്കയിലേക്കാണ്. അമേരിക്കൻ ജീവിതത്തിൽ അവൻ എല്ലാം മറന്നു. ബിസിനസ്സും കാര്യങ്ങളുമായി അവൻ അതിൽ മുഴുകിപ്പോയിരുന്നു. 6 മാസത്തോളം അവന് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. എല്ലാം കൊണ്ട് അവനൊരു ഹാപ്പി മാൻ തന്നെയായിരുന്നു. പക്ഷേ ഇടയ്ക്കെല്ലാം ത്രിലോക് എന്തോ മിസ് ചെയ്യുന്നു. എന്താണ് ആ മിസ്സിംഗ് എന്ന് മാത്രം ത്രിലോകിന് മനസ്സിലായില്ല. ഒരു വർക്കിൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുവാൻ അവന് സാധിക്കുന്നില്ല. പക്ഷെ അതിന്റെ കാരണം മാത്രം അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ശിവ അമേരിക്കയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ വളരെ ആക്റ്റീവായി നിന്നിരുന്ന ത്രിലോക്
ഈ പ്രാവശ്യം ശിവ വന്നപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ശിവയോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. സത്യത്തിൽ അതിന്റെ കാരണം പോലും ത്രിലോകിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇന്ന് അവൻ വളരെ വേഗത്തിലാണ് കാർ ഓടിച്ച് ഫ്ലാറ്റിലേക്ക് വന്നത്. ദേഷ്യം കൊണ്ട് അവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ കിട്ടേണ്ട ഒരു ടെൻഡർ അവന്റെ ചെറിയൊരു നോട്ടക്കുറവ് കൊണ്ട് കയ്യിൽ നിന്ന് പാളിപ്പോയി. ഫ്ലാറ്റിലേക്ക് കയറി വന്നതും കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് അവൻ എറിഞ്ഞുടച്ചു കളഞ്ഞു. റൂമിലേക്ക് കയറി ഷെൽഫ് തുറന്ന് ഒരു കുപ്പിയെടുത്ത് അവൻ വെള്ളം പോലും ചേർക്കാതെ വായിലേക്ക് കമിഴ്ത്തി. പകുതി കുടിച്ച് ആ കുപ്പി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ അവൻ തന്റെ മുടിയിഴകളിൽ കൈകൾ കോർത്തു വലിച്ചു. എന്താ എനിക്ക് പറ്റുന്നത്? അവിടെ ഉണ്ടായിരുന്ന സകല സാധനങ്ങളും അടിച്ചുടച്ചു അവൻ. അവന്റെ വിഷമത്തിനും ദേഷ്യത്തിനും കാരണം എന്താണെന്ന് ത്രിലോകന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം സഹിക്കാൻ വയ്യാതെ കബോർഡിലുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ത്രിലോക്. പെട്ടെന്നാണ് എന്തോ ഒന്ന് നിലത്തേക്ക് തെറിച്ചു വീണതായി അവന് തോന്നിയത്. വലിഞ്ഞു മുറിക്കിയ മുഖത്തോടെ തിരിഞ്ഞു നോക്കിയ ത്രിലോക് കാണുന്നത് നിലത്ത് തൂവിക്കിടക്കുന്ന സിന്ദൂരവും അതിനടുത്തായി കാണുന്ന അതിന്റെ ഒരു ചെപ്പുമാണ്. അല്പസമയം അവൻ ആ സിന്ദൂരത്തിലേക്ക് നോക്കി നിന്നു. ഇത്രയും നേരം ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നവന്റെ മുഖത്ത് പെട്ടെന്നൊരു പുഞ്ചിരി വിടർന്നു. പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ തളർന്ന മുട്ടുകാലിൽ അവൻ നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ആ സിന്ദൂരത്തിൽ പതിയെ അവനൊന്ന് തഴുകി. ഒരു നിമിഷം സിന്ദൂരം തന്റെ കയ്യിൽ പതിഞ്ഞതും അറിയാതെ തന്നെ ത്രിലോക് ഒരു വർഷങ്ങൾക്ക് മുന്നേ തന്റെ ജീവിതത്തിൽ താൻ മറക്കാൻ ശ്രമിച്ച ആ ദിവസം ഒരു ചലച്ചിത്രം പോലെ അവന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നു. അവൻ ശ്രുതിയെ താലി ചാർത്തി സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുന്നത് ഓർമ്മ വന്നതും അറിയാതെ തന്നെ ത്രിലോക് തന്റെ ഇരു കണ്ണുകളും അടച്ചുപോയി. ബേബി ഗേൾ, വേർ ആർ യു ബേബി ഗേൾ? ശ്രുതിയുടെ മുഖം തന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നതും അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ആർത്തു കരഞ്ഞു. എവിടെയാ പെണ്ണേ നീ? ഈ സമയം കേരളത്തിൽ പുറത്തെ ജനൽ വഴി ആകാശത്തെ പൂർണ്ണചന്ദ്രനെ നോക്കി നിൽക്കുകയായിരുന്നു ശ്രുതി. ആ മുത്തശ്ശി വരണോ? മുത്തശ്ശി എന്നെ വിളിച്ചോ? ഇല്ലല്ലോ മോളെ, ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. വിളിച്ചില്ലേ? എന്നെ ആരോ വിളിച്ചതുപോലെ തോന്നി. അനിയന്ത്രിതമായി മിടിക്കുന്ന ഹൃദയത്തെ തന്റെ വലതുകരം കൊണ്ടൊന്ന് തടവിയവൾ. തന്റെ ഹൃദയം പതിവില്ലാതെ ഇത്രയും വേഗത്തിൽ മിടിക്കുന്നത് എന്തിനെന്നറിയാതെ ശ്രുതിയും ഇന്ത്യയിലേക്ക് പോകുവാനുള്ള എയർ ടിക്കറ്റ് പിടിച്ച് അവളുടെ ഓർമ്മകളിൽ മാത്രം മുഴുകി അമേരിക്കയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ത്രിലോകം കാത്തിരുന്നു. എത്രയും പെട്ടെന്ന് ഇരുവരും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയിൽ ഓർമ്മകളിൽ നിന്ന് തിരികെ വന്ന ശ്രുതി മുകളിലെ ഓപ്പൺ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. പുറത്ത് അതിശക്തമായ മഴ പെയ്യുകയാണ്, ഒപ്പം തണുപ്പും. എങ്കിലും ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുവാനാണ് ശ്രുതിക്ക് അപ്പോൾ തോന്നിയത്. തന്റെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയ ശ്രുതി തിരിഞ്ഞു നോക്കുവാൻ ഒരുങ്ങിയതും രണ്ട് ബലിഷ്ഠമായ കൈകൾ അവളെ അണിവയറിലൂടെ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയതും ഒരേ സമയമായിരുന്നു. ഹേ ബേബി ഗേൾ! ഒരു വർഷത്തിന് ശേഷമുള്ള അവന്റെ ആ ബേബി ഗേൾ എന്ന വിളിയിൽ അറിയാതെ തന്നെ ശ്രുതി കണ്ണുകൾ അടച്ചുപോയി. അന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് അവൻ തന്റെ കഴുത്തിൽ താലി ചാർത്തിയതും സിന്ദൂരം ചാർത്തിയതും ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. അവന്റെ നിശ്വാസം തന്റെ കാതിടുക്കിലായി തട്ടുന്നതായി അവൾ അറിഞ്ഞു. ആ സമയം അവളുടെ ശരീരം വല്ലാതെ പൊള്ളിപ്പിടഞ്ഞുപോയി. സ്വബോധത്തിലേക്ക് വന്ന ശ്രുതി ത്രിലോകിനെ പിടിച്ചു തള്ളി. അവളുടെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ ത്രിലോക് ഒന്ന് പകച്ചുപോയി. പക്ഷെ പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. എന്താ ബേബി ഗേൾ, ഇങ്ങനെയാണോ ഒരു ഭർത്താവിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? അതും ഒരു വർഷത്തിന് ശേഷം കാണുമ്പോൾ? തന്റെ ഇരു ഇടുപ്പിലും കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ത്രിലോക് ശ്രുതിയോടായി ചോദിച്ചു. അത്രയും നേരം കൊണ്ട് തന്നെ ശ്രുതി ദേഷ്യത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ഓടി വന്ന് അവന്റെ ടീഷർട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു, ഫസ്റ്റ് ഡോണ്ട് കോൾ മീ ബേബി ഗേൾ. എനിക്കങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ല. സെക്കൻഡ്, എനിക്ക് തന്നെ അറിയുക പോലുമില്ല. അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് കരുതി ഞാൻ തന്റെ ഭാര്യയല്ല. എന്നെ ഭാര്യ എന്ന് വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. അപ്പോഴും ത്രിലോക് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. ത്രിലോകിന്റെ കൂസലില്ലായ്മയും അവളെ നോക്കിയുള്ള നിൽപ്പും കണ്ടതും ശ്രുതിക്ക് എവിടെ നിന്നൊക്കെയോ കലി കയറുന്നുണ്ടായിരുന്നു. ദേ, എന്തിനാ നീ ഇങ്ങനെ റേസ് ആകുന്നത് ബേബി ഗേൾ? അതും പറഞ്ഞ് ത്രിലോക് ശ്രുതിയുടെ അടുക്കലേക്ക് വീണ്ടും നടക്കുവാൻ ഒരുങ്ങിയതും ശ്രുതി അവനെ നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു, സ്റ്റേ അവേ ഫ്രം മീ. ഈ താലി കെട്ടി എന്ന അധികാരത്തോടെയല്ലേ നീ എന്റെ അടുക്കലേക്ക് ഇങ്ങനെ വരുന്നതും പ്രവർത്തിക്കുന്നതും? ഇതങ്ങ് വലിച്ചുപോ. അടുത്ത നിമിഷം അവന്റെ അടിയുടെ ആഘാതത്തിൽ ശ്രുതി തെറിച്ച് നിലത്തേക്ക് വീണുപോയി. ശ്രുതിക്ക് തന്റെ കവിൾ പറഞ്ഞു പോകുന്നത് പോലെ തോന്നി. കണ്ണുകൾ നിറച്ചുകൊണ്ട് ശ്രുതി ത്രിലോകിനെ ഒന്ന് നോക്കിയതും മുന്നിൽ ദേഷ്യത വിറച്ചു നിൽക്കുന്നവനെ കണ്ട് അവളൊന്ന് വിറച്ചുപോയി. അധിക നേരം അവന്റെ തീക്ഷ്ണതയേറിയ നോട്ടം താങ്ങുവാൻ ശ്രുതിക്ക് സാധിച്ചില്ല. മുഖം താഴ്ത്തിക്കൊണ്ട് താഴേക്ക് തന്നെ നോക്കിയിരുന്നു അവൾ. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൻ തന്റെ അടുത്തേക്ക് വരുന്നതും തന്റെ അടുത്തായി മുട്ടുകുത്തിയിരിക്കുന്നതും അവൾ അറിയുന്നുണ്ട്. പക്ഷെ അവനെ മുഖമുയർത്തി അവൾ നോക്കിയില്ല. അല്ലെങ്കിലും അങ്ങനെ നോക്കുവാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. മുഖത്തേക്ക് നോക്കടി, മുഖത്തേക്ക് നോക്കാൻ. അവന്റെ അലർച്ചയിൽ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി ശ്രുതി. ഭംഗിയേറിയ അവന്റെ ഹേസൽ കണ്ണുകൾ ഇപ്പോൾ രക്തവർണ്ണമായിരിക്കുന്നു. മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വിറകൊള്ളുന്നു. അവന്റെ അങ്ങനെയുള്ള ഭാവം ഒരു വർഷങ്ങൾക്ക് മുന്നേ താൻ നേരിട്ട് കണ്ടത് അവൾക്ക് ഓർമ്മ വന്നു. തന്റെ വലത് കൈകൊണ്ട് അവളുടെ കവിള് കുത്തിപ്പിടിച്ച് തന്റെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ത്രിലോക് ശ്രുതിയോടായി പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു. ഇനി മേലിൽ നീ എങ്ങനെ ഞാൻ കഴുത്തി ചാർത്തിയെ താലി പൊട്ടിക്കും, അല്ലെങ്കിൽ അങ്ങനെ വല്ല സാഹസവും നിന്റെ മനസ്സിലെങ്ങാനും ഉൾത്തിരിഞ്ഞു വന്നാൽ ഇത്രയും നേരം നീ കണ്ട ത്രിലോകനെ ആയിരിക്കില്ല നീ ഇനി കാണുക. നീ എന്റെയാ, എന്റേത് മാത്രം.
എന്നിൽ നിന്നും നിനക്കൊരു മോചനം ഇനി ഉണ്ടാകില്ല. അതെപ്പോഴും നിന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. കേട്ടോടി മിസ്സസ് ശ്രുതി ത്രിലോക് വർമ്മ. അത്രയും പറഞ്ഞ് കാറ്റ് പോലെ അവൻ അകത്തേക്ക് കയറിപ്പോയി. ഒരു നിമിഷം ശ്രുതി അവിടെ തന്നെ മരവിച്ചിരുന്നു പോയി. യാഥാർത്ഥ്യത്തിലേക്ക് വന്ന ശ്രുതി പിന്നീട് ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. തന്റെ മുഖം ഇരു കൈകളെ പൊത്തിപ്പിടിച്ച് അവൾ ആർത്തു കരഞ്ഞു. വേണ്ട ത്രിലോക്, വേണ്ട. നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. എനിക്ക് ഒരിക്കലും മനസമാധാനത്തോടെ കൂടിയുള്ള ജീവിതം ഉണ്ടാകില്ല. അതിനവൻ സമ്മതിക്കില്ല. അവനെ ഓർത്തതും അവളുടെ കണ്ണുകളിൽ ഭയം ഇരച്ചു കയറി. നീ എന്റെ പ്രാണന. നീ എന്നെ അങ്ങേയറ്റം വെറുക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുകയുള്ളൂ. ക്ഷമിക്കൂ ത്രിലോക്, എന്നോട് ക്ഷമിക്കൂ. റൂമിലെത്തിയ ത്രിലോക് ദേഷ്യത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവന്റെ ബെഡിലേക്ക് നോക്കിയതും അവിടെ കണ്ട കാഴ്ചയിൽ അവന്റെ ദേഷ്യം അങ്ങ് ഉച്ചസ്ഥായിലായി. അവന്റെ ബെഡിൽ മലർന്നു കിടക്കുന്ന മാളവിക. അവളുടെ നെഞ്ചിലായി അവൻ അഴിച്ചിട്ട ഒരു ഷർട്ടുമുണ്ട്. ആ കാഴ്ച കണ്ടതും ദേഷ്യം കൊണ്ട് അവൻ നിന്ന് വിറച്ചു. എടി! അവന്റെ അലർച്ചയിൽ അത്രയും നേരം അവന്റെ ഷർട്ടും കെട്ടിപ്പിടിച്ച് ഏതോ ഒരു മായിക ലോകത്തായിരുന്ന മാളവിക ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി. അവന്റെ അപ്പോഴത്തെ രൂപവും ഭാവവും കണ്ട് മാളവിക ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് വശ്യമായ പുഞ്ചിരിയോടെ പതിയെ നടന്ന് അവന്റെ അടുക്കലേക്ക് ചെന്നു. ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്ന ഒരു ഷിഫോൺ സ്ലീവ്ലെസ് നൈറ്റ് ഡ്രസ് ആയിരുന്നു മാളവികയുടെ വേഷം. മാറിന്റെ നേവൽ ഭാഗങ്ങളെല്ലാം എടുത്തു കാണിക്കുന്നുണ്ട്. എത്ര നേരമായി ത്രിലോക്, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നീ എവിടെയായിരുന്നു ഇത്രയും സമയം? ഞാൻ വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞു. അപ്പോൾ പിന്നെ നിന്റെ ബെഡിലൊന്ന് കയറി കിടക്കാമെന്ന് കരുതി. സത്യം പറയാലോ ത്രിലോക്, നിന്റെ ബെഡിൽ നിന്റെ വിയർപ്പിനായി കുതിർന്ന ഷർട്ടും കെട്ടിപ്പുണർന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. മാളവിക തന്റെ ഇരു കണ്ണുകളും അടച്ച് ഏതോ ഒരു അനുഭൂതിയിൽ എന്ന പോലെ ത്രിലോകിനോടായി പറഞ്ഞു. ഛേ, ഇറങ്ങി പോടി പുല്ലി ഇവിടെ നിന്ന്. നാശം, എന്തൊരു കഷ്ടമാണ് ഈശ്വര. ഹേ ബേബി, നീ എന്തിനാ ഇത്രയും റേസ് ആകുന്നത്? ഇനി നമ്മുടെ വിവാഹത്തിന് 2 ആഴ്ചയുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ഈ മുറി എന്റേതും കൂടിയല്ലേ. മാള് കുറച്ചുകൂടെ അടുക്കലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ത്രിലോകിന്റെ ഷോൾഡറിലായി കൈകൾ ചേർത്ത് വെച്ച് അവനെ ചുംബിക്കാൻ എന്നോണം അവന്റെ ചുണ്ടിനടുത്തേക്ക് തൊട്ടില്ല എന്ന പോലെ നിന്നുകൊണ്ട് അവനോടായി പറഞ്ഞു. ഇത്രയും ഹോട്ട് ലുക്കിൽ വന്നിട്ട് നീ എന്നെ ശ്രദ്ധിക്കാതെ മറ്റെന്തൊക്കെയാണല്ലോ ത്രിലോക് പറയുന്നത്. സത്യം പറയാലോ, എനിക്ക് ഇപ്പൊ തന്നെ ഐ വാണ്ട് കിസ് യു റൈറ്റ് നൗ. അത്രയും പറഞ്ഞ് മാളവിക ത്രിലോകിനെ ചുംബിക്കാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നത്. അവളുടെ കഴുത്തിൽ ശക്തിയായി പിടിച്ച് ത്രിലോക്. ഒരു പിടി ശ്വാസത്തിനു വേണ്ടി മാളവിക അവന്റെ കൈ കിടന്ന് പിടഞ്ഞു. ചി പൊന്ന മോളെ, എത്ര കിട്ടിയാലും ഉളുപ്പില്ലേടി നിനക്ക്. നീ എന്താടി എന്നെക്കുറിച്ച് കരുതിയത്? വേണ്ടാന്ന് ഞാൻ വെക്കുമ്പോൾ എന്റെ തലയിൽ കയറി നിരങ്ങാൻ നോക്കുന്നോടി. ചാവടി ചാവും. നിനക്കൊന്നും ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല, യു ബ്ലഡി ബിച്ച്. അവന്റെ രക്തവർണ്ണമായ ഹേസൽ കണ്ണുകളും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന മുഖവും കണ്ട് സത്യത്തിൽ മാളവിക ഭയന്നുപോയി. ആ സമയത്താണ് അവന്റെ മുറിയുടെ മുന്നിലൂടെ ശിവ നടന്നു പോയത്. ത്രിലോകിന്റെ മുറിയിലേക്ക് വെറുതെ ഒന്ന് നോക്കിയതും അവിടെ കണ്ട കാഴ്ചയിൽ ശിവ നടുങ്ങിപ്പോയി. ശിവ നോക്കുമ്പോൾ മാളവികയുടെ കാലുകൾ നിലത്തുനിന്ന് ഉയർന്നു പൊങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ ശിവ ഓടി വന്ന് ത്രിലോകിന്റെ കയ്യിൽ നിന്ന് മാളവികയെ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വിടടാ ത്രിലോകെ, അവൾ ചത്തുപോകും. എടാ വിടാനല്ലേ പറഞ്ഞത്. ശിവ അങ്ങനെ പറഞ്ഞതും ത്രിലോക് അവനെ പിടിച്ചു തള്ളി മാളവികയെ ബെഡിലേക്ക് തൂക്കിയെറിഞ്ഞു. മാളവിക ഒരൊറ്റ ശ്വാസത്തിനായി കിടന്ന് പിടഞ്ഞു. അവൾ തന്റെ നെഞ്ച് ശക്തിയായി തന്നെ കൈകൊണ്ട് ഒഴിഞ്ഞുകൊണ്ടേയിരുന്നു. എടി, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടി ത്രിലോകിന്റെ അടുക്കലേക്ക് വന്നു പോകരുതെന്ന്. എത്ര പറഞ്ഞാലും ഉളുപ്പില്ലാത്തൊരു സാധനം. വല്ല തുണിയും എടുത്ത് ഉടുക്കടി, നാശം പിടിച്ചവളെ. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. നാളെ നിന്റെ അടിയന്തരം നടത്തേണ്ടി വന്നേനെ. ശിവ മാളവികയുടെ കയ്യും പിടിച്ച് ത്രിലോകിന്റെ മുറിയുടെ പുറത്തേക്കാക്കി. അപ്പോഴും മാളവിക നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. സത്യത്തെ ശ്വാസതടസ്സം കൊണ്ട് അവൾക്ക് തിരിച്ച് മറുപടിയൊന്നും പറയാൻ സാധിച്ചില്ല. എങ്കിലും എല്ലാവരെയും ചുട്ടരിക്കാനുള്ള പക അവളുടെ കണ്ണിൽ എരിയുന്നുണ്ടായിരുന്നു. എന്നെ നോക്കി പഠിപ്പിക്കാതെ ഇറങ്ങി പോടിപ്പുല്ലേ. ഇത്രയും പറഞ്ഞ് ശിവ അവൾക്ക് നേരെ ത്രിലോകിന്റെ മുറിയുടെ കതക് വലിച്ചടച്ചു. ഇല്ല ത്രിലോക്, ഇപ്പൊ നീ എന്നോട് കാണിച്ചതിനും വലിയ വില നൽകേണ്ടി വരും. വലിയ വില. തന്റെ കഴുത്തൊഴിഞ്ഞുകൊണ്ട് മാളവിക മനസ്സിലായി പറഞ്ഞു. തീഹാർജി, ഭയ്യ പോകുവാൻ തന്നെ തീരുമാനിച്ചോ? പിന്നെ പോകാതെ. നീയുടെ 1 വർഷത്തെ എന്റെ കാത്തിരിപ്പിന് ഇന്നത്തോടുകൂടി പരിസമാപ്തി വീഴുകയാണ്. കോടികളെറിഞ്ഞ് ഞാൻ ഈ കേസിൽ നിന്ന് ഊരിയിറങ്ങിയത് തന്നെ അവളെ കാണുവാനാണ്. എനിക്ക് വേണം അവളെ. വരുന്നുണ്ട് ശ്രുതി. നീണ്ട 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്നുണ്ട് ഞാൻ. ഇപ്രാവശ്യം എന്റെ വാമഭാഗത്ത് നീയും ഉണ്ടായിരിക്കും. അല്ല ഭയ്യ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ പയ്യന് ഭയമുണ്ടെങ്കിലും അവനോടെ ചോദിച്ചു. ഈ പറയുന്ന ശ്രുതി ചേച്ചിക്ക് ഭയ്യായെ ഇഷ്ടമാണോ? അതിനവൻ ആ പയ്യനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇഷ്ടം. അവൾക്ക് എന്നോട് ഇഷ്ടമല്ല, ഭയമാണ്. ആ ഭയമാണ് ഞാൻ അവളിലേക്ക് അടുക്കുവാനുള്ള പ്രധാന കാരണം. അവളുടെ കണ്ണിൽ കാണുന്ന ഭയം എനിക്ക് ജീവിതകാലം മുഴുവൻ കാണണം. അതിനുവേണ്ടിയാണ് ഈ ഭൈരവനാഥ് കേരളത്തിലേക്ക് പോകുന്നത് തന്നെ. കൊണ്ടുവരും ഞാൻ ആ മാൻപേടയെ. ഞാൻ വരുന്നുണ്ട് ശ്രുതി. ഈ ഭൈരവനാഥ് നിന്നെ എന്നേക്കുമായി സ്വന്തമാക്കുവാൻ. ശ്രുതി ഓർക്കുകയായിരുന്നു ആ നശിച്ച രാത്രി. മൈസൂരിൽ നിന്ന് ടൂർ കഴിഞ്ഞ് വന്നപ്പോൾ അറിയുന്നത് അച്ഛൻ ആക്സിഡന്റായി ഹോസ്പിറ്റലിലായതാണ്. താൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അച്ഛൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഐസിയുയിലേക്ക് മാറ്റിയിരുന്നു. ഐസിയുവിന് മുന്നിൽ വിങ്ങിപ്പൊട്ടി കരഞ്ഞു ഏകയായി ഇരിക്കുകയായിരുന്നു താൻ. കാരണം അവൾക്ക് അച്ഛനും മുത്തശ്ശിയുമല്ലാതെ വേറെ ആരുമില്ലല്ലോ. ഈ സമയമാണ് വെൽ ഡ്രസ് ചെയ്ത ഒരുവൻ അവളുടെ അടുത്തേക്ക് വന്നത്. കുട്ടി. അയാളുടെ വിളി കേട്ട് ശ്രുതി അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അത് പിന്നെ കുട്ടിയുടെ അച്ഛനെ ഇടിച്ചിട്ട വാഹനം ഞങ്ങളുടെ സാറിൻ്റെതാണ്. ഇതൊരു ബ്ലാങ്ക് ചെക്കാണ്. എത്ര രൂപയാണെന്ന് വെച്ചാൽ എഴുതിയെടുത്തോളൂ.
ഇനി പണം പോരെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ബോസിന്റെ അഡ്രസ്സ്. ഇവിടെ വന്ന് പറഞ്ഞാൽ മതി, കാര്യങ്ങളൊക്കെ ബോസ് ചെയ്തു തരും. അത്രയും പറഞ്ഞ് ആ ചെക്ക് അവളെ ഏൽപ്പിച്ച് അയാൾ നടന്നകന്നു. സ്വബോധത്തിലേക്ക് വന്ന ശ്രുതിക്ക് അല്പസമയം വേണ്ടി വന്നു ആ പോയ വ്യക്തി എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുവാൻ. അയാൾ തന്ന ചെക്കിലേക്കും അഡ്രസ്സിലേക്കും നോക്കി ശ്രുതിയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. പുറത്ത് സെക്യൂരിറ്റിയോട് കയർത്ത് സംസാരിക്കുന്ന ഏതോ പെൺകുട്ടിയെ തന്റെ CCTVയിലൂടെ കണ്ട ഭൈരവ് സെക്യൂരിറ്റിയോട് അവളെ അകത്തേക്ക് കടത്തിവിടാൻ വേണ്ടി പറഞ്ഞു. ഷോർട്സും ബ്ലാക്ക് ടീഷർട്ടും ധരിച്ച് ഹാളിൽ ഇരിക്കുന്നവന്റെ അടുത്തേക്ക് നനഞ്ഞു കുളിച്ച് കയറി വരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെയാണ് ഭൈരവ് കാണുന്നത്. സത്യത്തിൽ ഭൈരവിന് ശ്രുതിയെ മനസ്സിലായിട്ടില്ലായിരുന്നു. എസ്, വാട്ട് യു വാണ്ട്? ചോദിച്ചതേ ഓർമ്മയുള്ളൂ. അടുത്ത നിമിഷം അവളുടെ കൈയൊന്ന് ഉയർന്നു താഴ്ന്നു. അടിയുടെ ആഘാതത്തിൽ അവന്റെ ചുറ്റും നിന്നിരുന്ന എല്ലാവരും വിറച്ചുപോയി. ഒരു നിമിഷം ഭൈരവ് കണ്ണുകൾ അടച്ച് നിന്നുപോയി. ആദ്യമായിട്ടാണ് ഒരാൾ തനിക്ക് നേർക്ക് നേരെ നിന്ന് തന്റെ മുഖത്ത് കൈവീശി അടിക്കുന്നത്. ഇത് തനിക്ക് എന്തിനാണെന്നറിയോ? എന്റെ അച്ഛന്റെ ജീവന് വിലയിട്ടതിന്. ഇടിച്ചു തെറിപ്പിച്ച് കാറും എടുത്ത് പോകുമ്പോൾ സാമാന്യ മര്യാദയ്ക്ക് കാറൊന്ന് നിർത്തി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ തനിക്ക് ഞാൻ ഈ സമ്മാനം തരില്ലായിരുന്നു. ഇതാ താൻ തന്ന തന്റെ ബ്ലാങ്ക് ചെക്ക് എന്റെ പട്ടിക്ക് പോലും വേണ്ട. അവന്റെ PA നൽകിയ ചെക്ക് ശ്രുതി അവന്റെ മുഖത്തേക്ക് നീട്ടിക്കൊണ്ട് വലിച്ചു കയറി ഭൈരവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ നിന്നും ഇറങ്ങി. പക്ഷെ അവൾ അറിഞ്ഞില്ല ഇതോടുകൂടി അവളുടെ ജീവിതം തന്നെ മാറി മറിയുകയാണെന്ന്. തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഭൈരവന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് ആ ഗാർഡ്സുകൾക്ക് ആർക്കും മനസ്സിലായില്ല. പക്ഷെ കൊടുങ്കാറ്റിന് മുന്നേയുള്ള ഒരു ശാന്തതയാണ് അതെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അവൾ അടിച്ച കവളിൽ ഭൈരവ് പതിയെ തലോടുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടെങ്കിലും കണ്ണിൽ നിർവചിക്കാൻ പറ്റാത്ത പല ഭാവങ്ങളും മിന്നി മറയുന്നുണ്ടായിരുന്നു ആ സമയം അവനിൽ. പിന്നീടുള്ള ദിവസങ്ങളിൽ തനിക്ക് കഷ്ടകാലത്തിന്റെ തുടക്കമാണെന്ന് ഞാൻ അല്പം അറിയാൻ വൈകിപ്പോയി. അതുകൊണ്ടാണല്ലോ ഭൈരവ് ഏത് സമയം തന്റെ ഒരു നിഴലെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത്. അച്ഛൻ ആ ഒരു ആക്സിഡന്റോട് കൂടി തളർന്നപ്പോൾ പിന്നെ ജോലിക്ക് പോകാൻ സാധിച്ചില്ല. പല വഴിക്കും അവൻ തന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞു വന്നു. അവനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് താൻ ഏറ്റുമുട്ടിയത് ഒരു ചെകുത്താനോടാണെന്ന് മനസ്സിലാക്കിയത്. ഞാൻ കാരണം കോളേജിൽ വെച്ചുള്ള പരിചയത്തിന്മേൽ വന്ന് സംസാരിച്ച പയ്യനെ എന്റെ മുന്നിലിട്ട് വെട്ടിക്കൊന്നത് ഓർത്തതും ശ്രുതിയുടെ ശരീരം ഒന്ന് വിറച്ചുപോയി. തന്റെ അടുക്കലേക്ക് വരുന്ന പുരുഷന്മാരെ ഒന്നിനെ പോലും അവൻ വെറുതെ വിട്ടില്ല. അവരെ എല്ലാം കൊല്ലാക്കൊല ചെയ്യുന്നതും അത് തന്റെ മുന്നിൽ വെച്ചായിരിക്കും. ഇല്ല ത്രിലോ, അവൻ ജയിലിലാണ്. ഏത് സമയം എന്നെയും തേടി വരും. അതറിയുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. അറിഞ്ഞുകൊണ്ട് നിന്നെ ഇതിലേക്ക് വലിച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ഇഷ്ടമാണ് ത്രിലോക എനിക്ക് നിന്നെ. ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നിന്നെ മാത്രമാണ് ഈ ശ്രുതി ചിന്തിക്കുന്നത് പോലും. പക്ഷെ നിന്നെ എനിക്ക് വിധിച്ചിട്ടില്ല ഈ ജന്മത്തിൽ. എന്നോട് ക്ഷമിക്കൂ ത്രിലോ. നീ അണിയിച്ച താലിയെ ഒരു അമൂല്യ നിധിയെ കൊണ്ട് നടക്കുന്നവളാണ് ഞാൻ. ആ ഞാൻ തന്നെ അത് പൊട്ടിക്കുവാൻ ഒരുങ്ങിയല്ലോ ഈശ്വര. അറിയാതെ ശ്രുതി വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. എന്തൊരവസ്ഥയാണ് എൻ്റെ കൃഷ്ണ. എനിക്കെൻ്റെ ത്രിലോകിൻ്റെ കൂടെ ജീവിക്കണം. വേണ്ട വേണ്ട, പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഭൈരവ് എൻ്റെ ത്രിലോകിനെ, ഞാൻ കാരണം ആ പാവ അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നോട് ക്ഷമിക്കൂ ത്രിലോക്, ക്ഷമിക്കൂ. ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ശ്രുതി. അവൾക്ക് അവൾ എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ലായിരുന്നു. ഒന്നും വേണ്ട, ഒന്നും. സോറി ത്രിലോക്, എന്നോട് ക്ഷമിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രുതി കണ്ണുകൾ അടച്ചു. അപ്പോഴും അവളുടെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു.